കോക്രോച്ച് ജനതാ പാർട്ടി സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഒരു സന്ദേശമാണ്. ഇത്തരക്കാർ ഇന്ത്യയിൽ ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ആഹ്വാനം ചെയ്ത് ചെറുപ്പക്കാരായ ആളുകളെയും വിചിത്ര വേഷധാരികളായ ആളുകളെയും ഒക്കെ തന്നെ കൊണ്ടുവന്ന് ഡൽഹിയിലും മുംബൈയിലുമൊക്കെ നിരത്തി നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും ഒക്കെ പോലെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിക്കാം, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ വീട്ടിൽ പറഞ്ഞു വിടാം എന്നുള്ള ഇന്ത്യയിലും വിദേശത്തുമുള്ള രാജ്യദ്രോഹികളുടെ, രാജ്യവിരുദ്ധരുടെ, മത തീവ്രവാദികളുടെ ഒക്കെ തന്നെ സ്പോൺസർഷിപ്പോടു കൂടിയാണ് ഇത്തരം സംഭവ വികാസങ്ങൾ ഇവിടെ അരങ്ങേറിയത് എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായത്. ഈ അഭിജിത് ദീപ് കെ പറയുന്നുണ്ട്, ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ സംവരണപ്രകാരവും അല്ലാതെയുമൊക്കെ മുസ്ലിം സമൂഹങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം. അപ്പം ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ചില സമയങ്ങളിൽ അറിയാതെ പുറത്തു വരുന്നു. ഇത് കൃത്യമായി സ്പോൺസർ ചെയ്ത, കൃത്യമായി ആന്റി ഇന്ത്യ എലമെന്റ്സ് സ്പോൺസർ ചെയ്ത ജോർജ് സൊറോസിൻ്റേത് അടക്കമുള്ള, അലക്സാണ്ടർ സൊറോസിൻ്റേത് അടക്കമുള്ള ഏജൻസികൾ, അതുപോലെ ഒപ്പം നിന്ന കോൺഗ്രസിൻ്റെ ചില നേതാക്കളും, ഇടതുപക്ഷം, മതതീവ്രവാദ ശക്തികൾ, മതതീവ്രവാദ സംഘടനകൾ ഒക്കെ ചേർന്ന് സ്പോൺസർ ചെയ്ത് പൊലിപ്പിച്ച് പരിപോഷിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് ഇത് എന്നത് വ്യക്തമാവുകയാണ്. ഈ വിഷയത്തിൽ അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും ഇന്ത്യ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് സംബന്ധിച്ച് അടിയന്തര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ യോഗം ഓൺലൈനായി വിളിച്ചിരുന്നു. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒക്കെ തന്നെ കൃത്യമായി ഈ വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ, ഇതിൽ പങ്കെടുത്തവരെക്കുറിച്ച്, അതുപോലെ സോനം വാങ്ചുക്കിനെയും അഭിജിത് ദീപ് കെ തുടങ്ങിയ നേതാക്കന്മാരെക്കുറിച്ച്, ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചവർ പരസ്യമായും രഹസ്യമായും പ്രത്യക്ഷമായും പരോക്ഷമായും ഈ CJP എന്ന് പറയുന്ന ഈ പരിപാടിക്ക്, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചവരെക്കുറിച്ച്, ഇവരുമായി ചേർന്ന് പ്രവർത്തിച്ചവരെ കുറിച്ചൊക്കെ തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം അടക്കം, IB അടക്കം, റോ അടക്കം വിശദമായി അന്വേഷിക്കും. ഇവരുടെ കൃത്യമായ ഇടപാടുകൾ, PMLA ആക്ട് പ്രകാരം ഇവർ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ കൃത്യമായി പരിശോധിക്കും, കൃത്യമായി വിലയിരുത്തും. ഒരു മാസത്തിനകം കൃത്യമായ റിപ്പോർട്ട് ഇത് സംബന്ധിച്ചു കൊടുക്കും. എത്ര ഒളിച്ചാലും, എന്തൊക്കെ ഒളിപ്പിച്ചാലും നടക്കില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട്, മത തീവ്രവാദ സംഘടനകൾ ഉണ്ട്, ഡീപ് സ്റ്റേറ്റുമായി സ്ഥിരം ബന്ധപ്പെടുന്നവരുണ്ട്, അതുപോലെ രാഹുൽ ഗാന്ധിയുണ്ട്, അങ്ങനെ പലരുമുണ്ട്. നമ്മൾ എല്ലാ കോൺഗ്രസ് നേതാക്കളും ഇതിലുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ. രാഹുൽ ഗാന്ധി എന്തായാലും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയം തീർച്ചയായിട്ടും ഏജൻസികൾക്കുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകൾ അടക്കം എല്ലാത്തിൻ്റെയും റിപ്പോർട്ടുകളും വിശദമായ പദ്ധതി രേഖയും അജിത് ഡോവൽ എന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ കയ്യിൽ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുടെ കയ്യിലുണ്ട്, അമിത്ഷായുടെ കയ്യിലുണ്ട്, NIA ഡയറക്ടറുടെ കയ്യിലുണ്ട്, IBയുടെ കയ്യിലുണ്ട്, എല്ലാമുണ്ട്. ഇത് ചില്ലറ പിള്ളേര് കളിയൊന്നുമല്ല. ഇതിനകത്ത് ഇറങ്ങി ഒരു രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ തകർക്കാൻ, ഒരു രാജ്യത്ത് അന്തഛിദ്രമുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ, അതുവഴി മതഭീകരവാദികളെയും രാജ്യവിരുദ്ധരെയും സഹായിക്കാൻ കോടിക്കണക്കിന് രൂപ ഒഴുക്കുന്നവരുണ്ട് വിദേശത്തും സ്വദേശത്തും. അവരെയൊക്കെ തന്നെ കൃത്യമായ റഡാറിൽ പെടുത്തിക്കൊണ്ട്, റഡാറിൽ വീക്ഷിച്ചുകൊണ്ട് അവർക്കെതിരെ, അതായത് അവർ ചെറുവിരൽ അനക്കിയാൽ പോലും ഇവിടെ അറിയും. നമ്മൾ കാണാറില്ലേ, വിദേശത്ത് അജ്ഞാതരാൽ ഭീകരൻ കൊല്ലപ്പെട്ടു, ഇന്ത്യക്കെതിരെ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ, മുഖ്യ സൂത്രധാരൻ കൊല്ലപ്പെട്ടു എന്നൊക്കെ കേൾക്കാറില്ലേ. ഇതൊന്നും വെറുതെ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നതല്ല, ഇതൊന്നും വെറുതെ കണ്ണുമടച്ച് വെടിവെക്കുന്നതോ ഒന്നുമല്ല. ഇതിനൊക്കെ കൃത്യമായ പ്ലാനുണ്ട്, കൃത്യമായ പദ്ധതിയുണ്ട്. അപ്പം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയവനും, ഓൺലൈനിലടക്കം അതിൽ പിന്തുണ കൊടുത്തവനും, അതുവഴി പണം നേടിയവനും, അതിലേക്ക് പണം അയച്ചവനും, അതിനോടൊപ്പം ചേർന്നവനും ഒക്കെ തന്നെ ശക്തമായ നിരീക്ഷണത്തിലാണ്. ഒരു വേള നിങ്ങളുടെയൊക്കെ വീടുകളിൽ NIA ഉദ്യോഗസ്ഥർ കയറിയിറങ്ങിയാലും ആർക്കും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങളൊക്കെ അതിൻ്റെ പങ്കാളികളായി കഴിഞ്ഞു, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പങ്കാളികളായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 7 ദിവസത്തിനകം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഇല്ലെങ്കിൽ അങ്ങ് മലമറിച്ച് കളയും എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ ഇവരെ അവഗണിച്ചുകൊണ്ട്, ഇഗ്നോർ ചെയ്തുകൊണ്ട് ആ സമരം പൊളിച്ച കഥ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതൊക്കെ അമിത്ഷായുടെ തന്ത്രങ്ങളാണ്. മൈൻഡ് ചെയ്തേയില്ല. ചോദിക്കുന്നതിന് മുമ്പേ അനുമതി കൊടുത്തു, റോഡുകളൊക്കെ തുറന്നു കൊടുത്തു, മെട്രോ സ്റ്റേഷൻ തുറന്നു കൊടുത്തു, ജന്തർ മന്ദിർ, അവിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ വീടുകൾക്ക് ഔദ്യോഗിക വസതിക്ക് മാത്രം കാവലേർപ്പെടുത്തി. ബാക്കി അവിടെ സാധാരണ ഡൽഹി പോലീസിലെ സാധാരണക്കാരായ കോൺസ്റ്റബിൾമാരും ഇൻസ്പെക്ടർമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
കുറെ കിടന്ന് നിലവിളിച്ച് ബഹളം കൂട്ടിയപ്പോൾ മനസ്സിലായി ഇത് ഏൽക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ട് നിർത്തിപ്പോയി. മലയാള മാധ്യമങ്ങളല്ലാതെ ദേശീയ മാധ്യമങ്ങളൊന്നും കാര്യമായിട്ട് അങ്ങോട്ട് നോക്കിയത് പോലുമില്ല എന്നതാണ് മറ്റൊരു കാര്യം. നമ്മൾ ഇന്നലെ വാർത്തയിൽ പറഞ്ഞിരുന്നു. അപ്പം ശക്തമായ നിരീക്ഷണം, ശക്തമായ പരിശോധനകൾ, ശക്തമായ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക തന്നെ വേണം. അതുണ്ടായേ പറ്റൂ, അതുണ്ടാവും. അതിനുവേണ്ട നടപടികൾ ഉടൻ തന്നെ ഇവിടെ ആരംഭിക്കും. അങ്ങനെ ഒരു സർക്കാർ സംവിധാനത്തെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ സംവിധാനത്തെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ, ഒരു രാഷ്ട്രീയ കൂട്ടായ്മയെ വെറുതെ മണ്ടന്മാരാക്കിയിട്ട് പാറ്റയാണ്, പഴുതാരയാണ്, പല്ലിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പൊടിയും തട്ടി ഇറങ്ങിപ്പോകാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം ഈ CJPക്കാരും CJPയുടെ കൂടെ നിൽക്കുന്നവരും അവരെ കൊണ്ടുവന്നവരുമൊക്കെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്കത് വൈകാതെ മനസ്സിലായിക്കൊള്ളും.